إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فقد قال عز وجل أفرأيتم ما تحرثون أأنتم تزرعونه أم نحن الزارعون لو نشاء لجعلناه حطاما فظلتم تفكهون إنا لمغرمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ മുൻഗണന കൽപ്പിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് ആദ്യമായി ഞാൻ എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ മുത്തഖികളായ ജീവിതത്തിൽ തഖ്വ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പോരായ്മകളും തിന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ട്, അവൻ അഫ്വു കൊണ്ട് നമുക്ക് വിട്ടുവീഴ്ച ചെയ്തെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ പല രൂപത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. പല കാര്യങ്ങൾ കൊണ്ട് ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്ത ആളുകളുണ്ട്. അല്ലാഹു എല്ലാ ആളുകളുടെയും ദുരിതം മാറ്റുകയും ആശ്വാസവും ഐശ്വര്യവും ജീവിതത്തിൽ പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപോയ, മരണപ്പെട്ടു പോയ, വിട പറഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, വേണ്ടപ്പെട്ടവർ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, അല്ലാഹു അവരുടെ എല്ലാം ബർസഖിയായ ജീവിതം സ്വർഗീയമാക്കി മാറ്റുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ലോകപ്രശസ്തമായ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ നാസയുടെ നേതൃത്വത്തിൽ ലോകശ്രദ്ധ ആകർഷിച്ച, ചരിത്രത്തിലിടം നേടിയ
വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം പൂർത്തീകരിക്കപ്പെടുകയുണ്ടായി. ആർടെമിസ് 2 എന്ന പേരിൽ മനുഷ്യരെ വീണ്ടും ചന്ദ്രനിലെത്തിക്കുക എന്ന മഹാ ദൗത്യത്തിനു വേണ്ടി അതിന്റെ ശ്രമഫലമായി നടത്തപ്പെട്ട ആ ഒരു ദൗത്യം, ആ ബഹിരാകാശ ദൗത്യം, ചാന്ദ്ര ദൗത്യം ഏറെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടതിലും ആളുകൾ ആകാംക്ഷയോടുകൂടി അതിനെ വീക്ഷിച്ചതിലും പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 53 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടായിരുന്നു മനുഷ്യര് 2 ലക്ഷം മൈലുകൾക്കപ്പുറം ചന്ദ്രനോട് ഇത്രയേറെ അടുക്കുന്നത്. എന്ന് മാത്രമല്ല, അത്രയും അകലെ നിന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് ഭൂമിയെ കാണുന്നതും 53 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ്. ആ അർത്ഥത്തിൽ ഈ പര്യവേക്ഷകർക്ക്, അതിലംഗങ്ങളായ ആളുകൾക്ക്, യാത്രികർക്ക് പറയാനുള്ള അനുഭവങ്ങളെക്കുറിച്ച്, അവരുടെ അനുഭവതലത്തെക്കുറിച്ച് കേൾക്കാൻ, അവർക്കുണ്ടായ തിരിച്ചറിവുകളെക്കുറിച്ച് അറിയാൻ വളരെ ആകാംക്ഷയോടുകൂടിയായിരുന്നു ആളുകളെല്ലാം കാത്തിരുന്നത്. ആ യാത്രക്കിടയിൽ, അതുപോലെ യാത്ര കഴിഞ്ഞും അവർ നടത്തിയ അങ്ങേയറ്റം വൈകാരികമായ ആ ഒരു ദൗത്യത്തിൽ അംഗങ്ങളായ ആ ആളുകൾ, ആ ക്രൂ, അവർ നടത്തുന്ന വളരെ വൈകാരികമായ, വളരെ ഹൃദയസ്പർക്കായ ചില സംഭാഷണങ്ങളുണ്ട്. ബഹിരാകാശ പേടകത്തിൽ നിന്നുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഭൂമിയിലുള്ള മനുഷ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അതിന്റെ പൈലറ്റായിരുന്ന വിക്ടർ ഗ്ലോയെ, അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഒരുപക്ഷെ നിങ്ങൾ ഞങ്ങളെ അങ്ങേയറ്റം അത്ഭുതത്തോടുകൂടിയായിരിക്കും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഭൂമിയിൽ നിന്ന് അങ്ങകലെ പ്രപഞ്ചത്തിലൊരു കോണിൽ, ആകാശത്തൊരു കോണിൽ ആർട്ടിഫിഷ്യലായി സജ്ജീകരിക്കപ്പെട്ട വായുവും വെള്ളവും ജീവൻ നിലനിർത്താൻ ആവശ്യമായ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊരു പേടകത്തിൽ കുറച്ചു മനുഷ്യരിങ്ങനെ ജീവിക്കുന്നു, യാത്ര ചെയ്യുന്നു എന്നുള്ളത് ഒരുപക്ഷെ അങ്ങകലെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നിയേക്കാം. അദ്ദേഹം പറഞ്ഞു, എന്നാൽ അതേ അത്ഭുതത്തോടുകൂടിയാണ് ഞങ്ങൾ നിങ്ങളെയും ഇപ്പൊ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭൂമിയിലുള്ള നിങ്ങളെ ഞങ്ങൾ നോക്കിക്കാണുന്നത് അങ്ങേയറ്റം അത്ഭുതത്തോടുകൂടിയാണ്. കാരണം പ്രവിശാലമായി പരന്നു കിടക്കുന്ന ഈ പ്രപഞ്ചത്തിൽ, അതിന്റെ ശൂന്യതയിൽ ഒരിടത്ത്, ഓരത്ത് ഒരു മരുപ്പച്ച പോലെ മനുഷ്യർക്ക് ജീവിക്കാൻ സാധ്യമായ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി കുറച്ചാളുകൾ ഒരു ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. അവിടെ വെള്ളമുണ്ട്, അവിടെ വായുവുണ്ട്, അവിടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ മറ്റെവിടെയും അവർക്കത് കാണാൻ കഴിയുന്നില്ല. ആ യാത്ര കഴിഞ്ഞ് തിരികെ എത്തിയ സമയത്ത് വളരെ വൈകാരികമാണ്. വിശ്വാസികൾ എന്ന നിലക്ക് തീർച്ചയായും ആ സംഭാഷണം, ആർടെമിസ് 2 ദൗത്യം പൂർത്തീകരിച്ചെത്തിയ ഈ ക്രൂ മെമ്പേഴ്സ് നടത്തുന്ന ആ സംഭാഷണം തീർച്ചയായും നമ്മൾ കണ്ടിരിക്കണം, കേട്ടിരിക്കണം. കാരണം എങ്ങനെയാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്, ആ സൃഷ്ടി വൈഭവം എങ്ങനെയാണ് ഏത് അവിശ്വാസികളെയും സൃഷ്ടാവിലേക്ക് അടുപ്പിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വ്യക്തമായ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ആ സംഭാഷണങ്ങൾ കാണാൻ കഴിയും. അതിൽ ഭാഗവത്തായിരുന്ന ഒരു യാത്രിക, അവർ തൊണ്ടയിടറിക്കൊണ്ട് പറയുന്നുണ്ട്, സത്യത്തിൽ ഒരു അന്ധകാരം നിറഞ്ഞ ഒരു പ്രവിശാലമായ സമുദ്രത്തിൽ ഒരു ലൈഫ് ബോട്ടിൽ എങ്ങനെയായിരിക്കോ ജനങ്ങൾ ജീവിക്കുക, ആ അർത്ഥത്തിലുള്ള ഒരു പ്രാണരക്ഷാ വഞ്ചിയായിട്ടാണ് സത്യത്തിൽ ഈ ശൂന്യാകാശത്ത്, ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയെ എനിക്ക് തോന്നിയത്. നമ്മളൊക്കെയും ഒരു ലൈഫ് ബോട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നവർ വളരെ വൈകാരികമായിട്ട് പറയുന്നുണ്ട്. ഇതിപ്പോ ഇവിടെ പറയാനുള്ള കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഖുതുബ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രാധാന്യതയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളായിരുന്നു ഖുതുബയിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പലപ്പോഴും അത്തരം വിഷയങ്ങൾ അത് ഔപചാരികമായിട്ട് അതിന്റെ ഒരു ഡേറ്റ് വരുമ്പോൾ, പരിസ്ഥിതി ദിനം വരുമ്പോൾ പറഞ്ഞു തീർക്കേണ്ട, പറഞ്ഞു തള്ളേണ്ട, കേട്ട് തള്ളേണ്ട ഒരു വിഷയമായിട്ട്, വളരെ ലാഘവത്തോടുകൂടി കാണേണ്ട ഒരു വിഷയമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അങ്ങേയറ്റം ഗൗരവത്തിൽ നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമാണിതെന്ന് സൂചിപ്പിക്കാനാണ് ഇതിവിടെ പറഞ്ഞത്. നമുക്കറിയാം,
ഒരു ബഹിരാകാശ പേടകത്തിൽ ജീവിക്കുന്ന കുറച്ച് മനുഷ്യർ, അങ്ങനെയാണ് വിക്ടർ ക്ലോവർ പരിചയം സമീകരിച്ചത്. ഈ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം ഒരു വളരെ സുന്ദരമായ, വളരെ വിശാലമായ ഒരു ബഹിരാകാശ പേടകത്തിൽ ജീവിക്കുന്ന ക്രൂ മെമ്പേഴ്സാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പാർത്ഥത്തിൽ ഒരു ബഹിരാകാശ പേടകത്തിൽ നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ അവിടെ നമുക്ക് വേണ്ടി സജ്ജീകരിക്കപ്പെട്ട വായുവോ വെള്ളമോ അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായ സജ്ജീകരണങ്ങളെയോ മലിനമാക്കുന്ന, അല്ലെങ്കിൽ അത് തകർക്കുന്ന, തകരാറിലാക്കുന്ന ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രവൃത്തിയിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഇടപെടുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ അവരോട് പ്രതികരിക്കുക? നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊരു വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രക്കാരെ മുഴുവൻ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും സമീപനങ്ങൾ, നിലപാടുകൾ, ചെയ്തികൾ ആരുടെയെങ്കിലും ഭാഗത്തിൽ നിന്നുണ്ടായാൽ എത്ര ഗൌരവത്തോടുകൂടിയായിരിക്കും നമ്മൾ അതിനോട് പ്രതികരിക്കുക? പക്ഷേ ഈ ഭൂമിയിൽ നാം കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ, കൃത്യമായ നിർണിതമായിട്ടാണ് അല്ലാഹു സകലതും ഈ ഭൂമിയിൽ നമുക്ക് സജ്ജീകരിച്ചിരിക്കുന്നത്. വഇമ്മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദറിൻ മഅലൂം. വായു ആകട്ടെ, വെള്ളമാകട്ടെ, മറ്റ് റിസോഴ്സുകളാകട്ടെ, അവയെല്ലാം വളരെ കൃത്യമായ നിർണിതമായ അളവിലാണ് അല്ലാഹു മനുഷ്യ സഞ്ചയത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിനെ ദുരുപയോഗം ചെയ്യുന്ന, അതിനെ സംവിധാനങ്ങളെ തകരാറിലാക്കുന്ന, അതിന്റെ ആ സൗന്ദര്യത്തെ തകർത്ത് കളയുന്ന പ്രവൃത്തികളിൽ മനുഷ്യർ ഏർപ്പെടുമ്പോൾ പലപ്പോഴും നമുക്കതിനുള്ള നിലപാട് അവരവരുടെ കാര്യം ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ പണി ചെയ്യാനുണ്ട് എന്നുള്ള രൂപത്തിൽ അങ്ങേയറ്റം സ്വാർത്ഥമായ ഒരു സമീപനമാണ് പലപ്പോഴും നമ്മൾ സ്വീകരിക്കുക. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അള്ളാഹു നമ്മേവരെയും ഒരുമിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന, ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഖലീഫമാരെന്ന നിലക്ക് അള്ളാഹു നാം ഏവരെയും ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കൂട്ടുത്തരവാദിത്തമാണ്. അള്ളാഹു നമുക്ക് ജീവിക്കാൻ നൽകിയ ഈ ഭൂമിയെ, അതിന്റെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക, അതിനെ നിലനിർത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിയുമായിട്ട് സാധ്യമാകുന്നത്ര അതിന് പരിക്കുകൾ ഏൽപ്പിക്കാതെ ഇണങ്ങി ജീവിക്കാനാണ് ഇസ്ലാം നമ്മെ പ്രചോദിപ്പിക്കുന്നത്, പ്രേരിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഭാഗമായിട്ട് കൃഷിയെ വലിയ രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിന്റെ അധ്യാപനങ്ങളും നമുക്ക് പ്രേരണ നൽകിയതായി, കൃഷി ചെയ്യാൻ നമ്മെ പ്രേരിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. കൃഷി ചെയ്യുക എന്നുള്ളത് അത് ഒരു ഭൗതികമായ ക്രയവിക്രയം എന്നതിനപ്പുറത്ത് പ്രതിഫലേച്ഛയോടുകൂടി നാം ചെയ്യേണ്ട ഒരു കർമ്മം എന്ന നിലക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അതുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങൾ പകർന്നു നൽകുക. നമുക്കറിയാം, നമ്മുടെ നാട് എന്നുള്ളത് അതൊരു കാർഷിക നാടാണ്, കാർഷിക രാജ്യമാണ്. നാം സത്യത്തിലൊരു കാർഷിക സമൂഹവുമായിരുന്നു. എന്നാൽ കാലക്രമേണ തനതായ കറകളഞ്ഞ വ്യാവസായിക നാഗരിക സമൂഹമായിട്ട് സത്യത്തിൽ നാം സ്വയം മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് വലിയൊരളവോളം. നാം തന്നെ കുറച്ച് വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും, നമ്മുടെ നാടിന്റെ ഉദാഹരണം മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കർഷക കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു, കാർഷിക മേഖലകൾ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു, കൃഷിയിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അവയെല്ലാം അപ്രത്യക്ഷമായിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ തന്നെ ഒരു അനുഭവമാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയിലേക്ക് നോക്കിയാലും അത് തന്നെയാണ് കാണാൻ കഴിയുക. ഇത്തരം കാർഷിക മേഖലകളെ, കാർഷിക വൃത്തികളെ കൈയൊഴിയാതെ പാരമ്പര്യമായിട്ട് അതിന്റെ തനതായ രൂപത്തിൽ അത് നടത്തിപ്പോരുന്ന സമൂഹങ്ങളെ പോലും അത് കൈയൊഴിയാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള, നിർബന്ധിതരാക്കുന്ന തരത്തിലുള്ള നയനിലപാടുകളാണ് പലപ്പോഴും ഭരണകേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സവിശേഷമായ സാഹചര്യത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തെ തന്നെ തകരാറിലാക്കുന്ന തരത്തിൽ സകല കൃഷിയിടങ്ങളും കാർഷിക മേഖലകളും വ്യാവസായികവൽക്കരിക്കാൻ കുത്തകകൾക്ക് വേണ്ടി എഴുതിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും ആ അപകടകരമായ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനോ അതിനോട് സ്വീകരിക്കേണ്ട ഗൌരവപരമായ സമീപനങ്ങൾ സ്വീകരിക്കാനോ തയ്യാറായത് അങ്ങേറ്റം നിസ്സംഗ മനോഭാവമാണ്. അതല്ലെങ്കിൽ നിരുത്തരവാദിത്വപരമായ ഒരു സമീപനമാണ് പലപ്പോഴും നാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയായിരിക്കണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മേഖല എന്നുള്ളത് അത് പ്രതിഫലേച്ഛയോടുകൂടി നാം ഇടപെടേണ്ട പവിത്രമായ ഒരു മേഖലയാക്കി നമുക്ക് പരിചയപ്പെടുത്തിയത്. ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അത്ഭുതം തോന്നും. പല ഹദീസ് ഗ്രന്ഥങ്ങളിലെയും നിരവധി അധ്യായങ്ങൾ, തലക്കെട്ടുകൾ നമുക്ക് ഇങ്ങനെ കാണാം. ബാബു ഫദ്ലിൽ ഗർസി വസ്സറ, കൃഷി ചെയ്യുന്നതിന്റെയും മരം നടുന്നതിന്റെയും ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്ന ഹദീസുകൾ എന്ന അധ്യായം നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. നമുക്കറിയാം, പല ശ്രേഷ്ഠതകളും ഫളായിലുകളും നമ്മൾ കേൾക്കാറുണ്ട് ഹദീസുകളിൽ നിന്ന്. നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത കേൾക്കാറുണ്ട്, നന്മകളുടെ ശ്രേഷ്ഠത ഫളായിൽ കേൾക്കാറുണ്ട്. എന്നാൽ അതേ ഹദീസ് ഗ്രന്ഥങ്ങളിൽ തന്നെ പറയപ്പെടുന്ന ഒന്നാണ്, അതിൽപ്പെട്ടൊരു അധ്യായമാണ് കൃഷി ചെയ്യുന്നതിന്റെ, മരം നടുന്നതിന്റെ ഫളായിലുകൾ, ശ്രേഷ്ഠത എന്നുള്ളത്. കിതാബുൽ മുസാറ നമുക്ക് കാണാം. കൂട്ടകൃഷിയുമായി ബന്ധപ്പെട്ട് നാം സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ചുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ പറഞ്ഞു വന്നത് ആ അർത്ഥത്തിൽ സാമ്പത്തികമായ ലാഭനഷ്ടത്തിന്റെ കണ്ണടയിലൂടെ മാത്രം നോക്കിക്കാണുന്നതിനപ്പുറത്ത് നമുക്കറിയാം
സാമ്പത്തിക ലാഭനഷ്ടത്തിന്റെ കണ്ണടയിലൂടെ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുകയാണെങ്കിൽ ഇന്ന് സമൂഹം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന, സമുദായം എന്ന നിലയ്ക്ക് മുസ്ലിം ഉമ്മത്ത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന, കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പല മേഖലകൾ ഒരുപക്ഷെ നമുക്ക് കൈയൊഴിയേണ്ടി വരും. എന്നാൽ സാമ്പത്തിക ലാഭനഷ്ടത്തിനപ്പുറത്ത് ന്യായപ്രമാണം, അള്ളാഹുവിന്റെ കൽപ്പന, അതിന് കൊടുത്ത ഗൗരവം, ആ ന്യായപ്രമാണങ്ങൾ അതിന് കൊടുത്ത ഗൗരവത്തെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ ഉത്തരവാദിത്തം എന്ന നിലക്കാണ് പല കാര്യങ്ങളും സാമ്പത്തികമായി നോക്കുമ്പോൾ നഷ്ടമാണെങ്കിലും നമ്മൾ നിലനിർത്തി പോകുന്നത്, നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ നാം കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയായിട്ടാണ് കാർഷിക മേഖലയെ സത്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലേക്ക് നോക്കുമ്പോൾ അങ്ങനെയാണ് നമുക്കതിനെ വിലയിരുത്താൻ കഴിയുക, മനസ്സിലാക്കാൻ കഴിയുക. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നോക്കൂ, മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സറഅൻ വയഅകുലു മിൻഹു തയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു ബിഹി സദഖ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഒരു വിശ്വാസി ഒരു മരം നടുകയാണ്, അല്ലെങ്കിൽ ഒരു കൃഷി ചെയ്യാണ്, അതിൽ നിന്ന് ഒരു പക്ഷി വന്ന് അതിൽ നിന്ന് ഭക്ഷിക്കുകയാണ്, ഒരു പക്ഷി വന്ന് പറന്നു വന്ന് അതിൽ നിന്നൊരു പറവ കുറച്ച് ഭക്ഷിക്കുകയാണ്, അതല്ലെങ്കിൽ ഔ ഇൻസാനുൻ ഒരു മനുഷ്യൻ വന്ന് അതിൽ നിന്ന് ഒരിത്തിരി ഭക്ഷിക്കുന്നു, ഔ ബഹീമത്തുൻ അതല്ലെങ്കിൽ ഒരു മൃഗം വന്ന് അതിൽ നിന്ന് ഭക്ഷിക്കുകയാണ്, ഇല്ല കാന ലഹു ബിഹി സദഖ, അതൊക്കെയും അതിന്റെ ആ ഉടമസ്ഥന് സദഖയായിട്ടല്ലാതെ അവയൊന്നും അതിൽ നിന്ന് ഒരു തുള്ളി ഭക്ഷിക്കുന്നില്ല, ഒരു ധാന്യവും ഭക്ഷിക്കുന്നില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പരിചയപ്പെടുത്തുന്നത് എന്തിനാണ്? അതിന്റെ മഹത്വത്തെ പരിച്ച് നമുക്ക് മനസ്സിലാക്കി തരാനാണ്. ഭൗതികമായ ലാഭനഷ്ടം മാത്രമല്ല അതിൽ നിങ്ങൾ നോക്കേണ്ടത് എന്ന് മനസ്സിലാക്കി തരാനാണ്. മറ്റൊരു ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു റിവായത്തിൽ കാണാം, മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഇല്ലാ മാ ഉഖില മിൻഹു സദഖത്തുൻ, അതിൽ നിന്ന് ആര് എങ്ങനെ ഭക്ഷിച്ചാലും അതൊക്കെയും അയാൾക്ക് സദഖയാണ്, ഉടമസ്ഥന് സദഖയാണ്. വമാ സുരിഖ മിൻഹു ലഹു സദഖത്തുൻ, അതിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടാൽ അതും അയാൾക്ക് സദഖയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഒരാൾ വന്നിട്ട് തന്റെ കൃഷിയിടത്തിൽ നിന്ന് ഏതോ ഒരു മോഷ്ടാവ് വന്ന് കുറച്ച് മോഷ്ടിച്ചു പോവാണ്, അങ്ങനെയെങ്കിൽ അതുപോലും അതിന്റെ ഉടമസ്ഥന് സദഖയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വമാ അകലത്തി ത്വയ്റു ഫഹുവ ലഹു സദഖ വമാ അകല സബഉ മിൻഹു ഫഹുവ സദഖ, അതിൽ നിന്നൊരു വന്യമൃഗം വന്ന് അതിൽ നിന്ന് ഭക്ഷിക്കുകയാണെങ്കിൽ അതും അയാൾക്ക് സദഖയാണ്, ഒരു പറവ വന്ന് ഭക്ഷിക്കുകയാണെങ്കിൽ അതും അയാൾക്ക് സദഖയാണ്. അവസാനം വലാ യർസഉഹു അഹദുൻ ഇല്ലാ കാന ലഹു സദഖ, ആരോ വന്നിട്ട് അതിന് പരിക്കുകൾ ഏൽപ്പിക്കാണ്, ആ കൃഷിയിടം, ആ വൃക്ഷം, ആ ഫലവൃക്ഷം നശിപ്പിക്കുകയാണെന്ന് കരുതുക, അതുപോലും അയാൾക്ക് സദഖയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പരിചയപ്പെടുന്നതാണ്. അഥവാ ഭൗതികമായ കണ്ണട മാറ്റിവെക്കുകയാണെങ്കിൽ എങ്ങനെ ഇടപെട്ടാലും ലാഭകരമായിട്ട് മാത്രം മാറുന്ന ഒരു ഇടപാടായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം മേഖലയെ നമുക്ക് പരിചയപ്പെടുത്തിയതെന്ന് കാണാൻ കഴിയും. ജാരിയായ സദഖകളെ കുറിച്ച് പറയുന്ന സമയത്ത് നാം മരണപ്പെട്ടതിനു ശേഷവും നിലക്കാത്ത പ്രതിഫലം നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന നന്മകളെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയപ്പോൾ അതിലൊന്ന് നമുക്ക് കാണാൻ കഴിയും, പുഴ കീറുക, ജലസ്രോതസ്സുകൾ കീറുക എന്നുള്ളത്. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാലും അയാൾക്ക് നന്മകൾ വന്നുകൊണ്ടിരിക്കുന്നതിന് കാരണമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്. പൊതു കിണറുണ്ടാക്കുക, നിർമ്മിക്കുക എന്നുള്ളത് മരണപ്പെട്ടതിന് ശേഷവും ഒരാൾക്ക് നന്മ വന്നുകൊണ്ടിരിക്കാനുള്ള ഒരു കാരണമാണ്, സ്രോതസ്സാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരിച്ചു കിടക്കുന്ന ഒരു ഭൂമി ഒരാൾ ജീവിപ്പിക്കുകയാണ്, മരവിച്ചു കിടക്കുന്ന ഒരു ഭൂമിയെ കൃഷിയോഗ്യമാക്കി മാറ്റിക്കഴിഞ്ഞാൽ മരണശേഷവും അയാൾക്ക് അതിൽ പ്രതിഫലം ലഭിക്കാൻ കാരണമായിട്ട് മാറും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇന്ന് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പല ഫലങ്ങള്, പല കായ്ക്കനികൾ, ഒരു പക്ഷേ അത് നമ്മളാണോ നട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളായിരിക്കൂല, നമ്മുടെ പിതാക്കന്മാരോ പൂർവ്വ പിതാക്കന്മാരോ ചെയ്തായിരിക്കാം. അവരത് പ്രതിഫലേച്ഛോടുകൂടിയായിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഇന്നും അവിടെ ഖബറിലേക്ക് അതിന്റെ നന്മകൾ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അത്രമാത്രം പ്രതിഫലാർഹമായ ഒരു കാര്യമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പരിചയപ്പെടുത്തുന്നത്. അഥവാ നമുക്ക് ലഭിക്കണം, എനിക്ക് ലഭിക്കണം എന്നതിനപ്പുറത്തേക്ക് മറ്റുള്ളവർക്ക് വേണ്ടി, പരലോകത്തിന് വേണ്ടി കൂടി ചെയ്യാൻ നാം തയ്യാറാകേണ്ട ഒരു കർമ്മമാണ്, ഒരു പ്രവൃത്തിയാണിത്. അതുകൊണ്ടാണല്ലോ ഇൻ ഖാമത്തി സാഅ വഫി യദി അഹദികും ഫസീലത്തുൻ ഫഇൻ ഇസ്തതാഅ അല്ലാ തഖൂമ ഹത്താ യഗ്രിസ്ഹാ ഫല്യഗ്രിസ്ഹാ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇൻ ഖാമത്തി സാഅ, അന്ത്യനാൾ സംഭവിച്ചു, അന്ത്യനാളിന്റെ നടപടികൾ ആരംഭിച്ചു, അന്ത്യനാൾ സംഭവിക്കുകയാണ് എന്നൊരാൾക്ക് ബോധ്യപ്പെട്ടു, ലോകം അവസാനിക്കുകയാണ്, എല്ലാം തീരാൻ പോവുകയാണ്, അതിലൊരാൾക്ക് ബോധ്യപ്പെടാണ്, മനസ്സിലാവാണ്. എന്നാൽ വഫി യദി അഹദികും ഫസീലത്തുൻ, ആ സന്ദർഭത്തിൽ ഒരാളുടെ കയ്യിൽ ഒരു തൈയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിസ്തതാഅ, അയാൾക്ക് സാധ്യമാകുമെങ്കിൽ അത്
ഭൂമിയിൽ നട്ടു വളർത്താനുള്ള, നട്ടു നനക്കാനുള്ള, മണ്ണിലേക്ക് നിക്ഷേപിക്കാനുള്ള ഒരു സമയം അയാൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അയാൾ അതിനെ നടട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അപ്പൊ അതിന്റെ ഗൗരവം എത്രയാണ്? എനിക്കിത് ലഭിക്കുമോ ഇല്ലേ എന്നതിനപ്പുറത്തേക്ക് അത് ചെയ്യുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൽപ്പിക്കണം. അത്രമാത്രം പ്രാധാന്യത അർഹിക്കുന്ന ഒരു മേഖലയായിട്ട് ഈ മേഖലയെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ഹുബൈഷ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖതഅ സിദ്റതൻ സവ്വബല്ലാഹു റഅസഹു ഫിന്നാർ. ആരെങ്കിലും ഇലന്തമരം വെട്ടിമാറ്റുകയാണെങ്കിൽ അള്ളാഹു അയാളുടെ ശിരസ് നരകത്തിലേക്ക് വെട്ടിയിടുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇതിനെക്കുറിച്ച് ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ ഹദീസിനെ വിശദീകരിക്കവേ ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാഹ് തന്നെ പറയുന്നുണ്ട്, ഒരാൾക്ക് മനുഷ്യർക്ക് ഉപകരിക്കുന്ന, തണലേകുന്ന, ഫലം ലഭിക്കുന്ന ഒരു വൃക്ഷം അന്യായമായിട്ട്, പ്രത്യേകിച്ച് കാര്യമായ ന്യായമായ കാരണങ്ങളൊന്നുമില്ലാതെ ഒരാൾ വെട്ടിമാറ്റുകയാണെങ്കിൽ അത് അയാൾ പരലോകത്ത് ശിക്ഷിക്കപ്പെടാൻ കാരണമായ ഒരു പ്രവൃത്തിയാണ് എന്ന് അബൂദാവൂദ് റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് അതിനെ വിശദീകരിക്കവേ പറഞ്ഞു വെക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ നായ വളർത്തുന്നതിനെക്കുറിച്ച് അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞപ്പോ അതിന്റെ കൂട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞു, ഒരു കണ്ടീഷൻ വെച്ചിട്ട് റസൂൽ പറയാണ്, നിങ്ങളുടെ കൃഷിയുടെ കാവലായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് പ്രശ്നമല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. എന്ന് പറഞ്ഞാൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഏതൊക്കെ മേഖലകളുണ്ടോ അതൊക്കെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിട്ടുണ്ട്. തുറന്നു വെച്ചിട്ട് അവസരങ്ങളൊക്കെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നു വെക്കുകയായിരുന്നു എന്ന് കാണാൻ കഴിയും. പണ്ഡിതന്മാരൊക്കെയും ഏകോപിച്ച് പറഞ്ഞ കാര്യമാണ്, ഒരു സമൂഹത്തിൽ ആരോഗ്യകരമായ രൂപത്തിൽ ഭക്ഷണം ലഭിക്കുന്ന തരത്തിൽ കൃഷി ഉണ്ടാവുക എന്നുള്ളത് അത് ഫർള് കിഫായയാണ്. അത് സമൂഹത്തിന്റെ നിർബന്ധ സാമൂഹിക ബാധ്യതയാണെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒരു സമൂഹത്തിന് ആരോഗ്യകരമായ ഭക്ഷണം ഇല്ലാതാവുകയാണ്, നഷ്ടപ്പെടുകയാണ് കൃഷിയില്ലാത്തതിന്റെ പേരിൽ. അങ്ങനെയെങ്കിൽ ആ സമൂഹം മുഴുവൻ അവിടെ കുറ്റക്കാരെന്ന് പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇമാം നവവി റഹിമഹുല്ല, രണ്ടാം ഷാഫി എന്നറിയപ്പെട്ട ഇമാം നവവി റഹിമഹുല്ല പറയുന്നുണ്ട്, ഈ ലോകത്ത് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല തൊഴിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇമാം നവവി റഹിമഹുല്ല പറയാണ്, അത് കൃഷിയാണ് എന്ന് അദ്ദേഹം പറയാം. നമുക്കറിയാം, പലപ്പോഴും മുസ്ലിം സമൂഹമാണ് ഇത്രയൊക്കെ പ്രോത്സാഹനം ലഭിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ കൃഷിയിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് മുസ്ലിം സമൂഹമാണ്. അത് എല്ലാവർക്കും അറിയാം. ഏറ്റവും ഒരുപക്ഷെ ക്രൈസ്തവ സമൂഹം ഇന്നും അത് തരക്കേടില്ലാത്തൊരു മേഖലയായി കാണുന്നുണ്ട്. അവർക്ക് ശേഷം ഹൈന്ദവ സഹോദരങ്ങളും അതിൽ ഒരുപാട് ഇടപെടുന്നുണ്ട് താരതമ്യേന. പക്ഷെ മുസ്ലിം സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങേറ്റ പിന്നാക്കാവസ്ഥയാണ്. പല കാരണങ്ങളുണ്ടായിരിക്കാം. ഒരുപക്ഷെ നമുക്ക് ഭൂമി അത്രമാത്രം ഇല്ല എന്നതായിരിക്കാം, മറ്റ് കാരണങ്ങളുണ്ടായിരിക്കാം. എന്നാൽ അതോടൊപ്പം തന്നെ വളരെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത് ഇന്ന് അത് അത്ര നമുക്ക് അന്തസ്സുള്ള പണിയല്ല, അത് നമുക്ക് ഇന്നത്തെ കാലത്തിന് യോജിച്ചതല്ല എന്ന ഒരു വിലയിരുത്തൽ തീർച്ചയായും നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് കൂടിയാണ് പലപ്പോഴും ആ പാരമ്പര്യമുള്ള ആളുകൾ പോലും ആ മേഖലയിൽ നിന്ന് പുതിയ തലമുറയെ ആ മേഖലയിൽ പ്രോത്സാഹിപ്പിക്കാതെ മറ്റു മേഖലകളിലേക്ക് പറഞ്ഞയക്കുന്നതും കാണാൻ കഴിയും. ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നത്, ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല തൊഴിൽ കൃഷിയാണെന്നാണ്. അദ്ദേഹം വെറുതെ പറയുകയല്ല, അതിന്റെ കാരണങ്ങൾ കൂടി അദ്ദേഹം നിരത്തുന്നുണ്ട്. അദ്ദേഹം ഒന്നാമതായി പറഞ്ഞു, അതിൽ കൈകൊണ്ടുള്ള അധ്വാനമുണ്ട് എന്ന ഒന്നാമത്തെ കാരണം അദ്ദേഹം പറഞ്ഞത്. രണ്ടാമതായി ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു, അത് മനുഷ്യനെ മുതവക്കിലീങ്ങളാക്കി മാറ്റും. തവക്കുൽ ഒരാളിൽ പരിശീലിപ്പിക്കാൻ ആ കൃഷിയിലൂടെ സാധ്യമാണ് എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു. ഒരാളെ തവക്കുലുള്ള ആളാക്കി മാറ്റാൻ കൃഷി സഹായിക്കുന്നു എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയണം. നമുക്കറിയാം, കൃഷിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതേപറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മളൊരു വിത്ത് പാകുന്നു, നമ്മൾ മണ്ണിനടിയിലേക്കാണ് അത് നിക്ഷേപിക്കുന്നത്. പക്ഷേ അതിനുവേണ്ടി ഭൂമി പിളരാണ്, അതിനെ പുറത്തേക്ക് അള്ളാഹു കൊണ്ടുവരാണ്. അള്ളാഹു പറഞ്ഞതുപോലെ സുമ്മ ശഖഖനൽ അർള ശഖ്ഖ ഫഅംബത്നാ ഫിഹാ ഹബ്ബ വഇനബൻ വഖദബ. നമ്മുടെ നനച്ച വെള്ളമോ അല്ലെങ്കിൽ നാം കൊടുത്ത വളവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഫലങ്ങൾ അതിൽ നിന്നുണ്ടാവുകയാണ്. വ്യത്യസ്ത ആകൃതിയിലുള്ള, വ്യത്യസ്ത രുചിയിലുള്ള ഫലങ്ങൾ അതിൽ നിന്നുണ്ടാകും. അതിൽ നമുക്ക് യാതൊരു പങ്കുമില്ല. നമ്മോട് അള്ളാഹു ചെയ്യാൻ കൽപ്പിച്ച ചില പ്രവൃത്തികൾ ചെയ്യുന്നു, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു ഫലം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. എത്ര വലിയ തവക്കുലിന്റെ പാഠമാണ് സത്യത്തിൽ കൃഷി നമുക്ക് നൽകുന്നത്. സൂറത്തുൽ വാഖയിലൂടെ അള്ളാഹു ചോദിച്ചല്ലോ, അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ ചെയ്യുന്ന കൃഷിയെപ്പറ്റി നിങ്ങളൊന്ന് ആലോചിക്കുന്നില്ലേ? അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, നിങ്ങളാണോ അത് നട്ട് വളർത്തുന്നത്, നിങ്ങളാണോ അത് മുളപ്പിച്ചു കൊണ്ടുവരുന്നത്? നമുക്ക് ഒരു കർഷകനും അത് മുളപ്പിക്കുന്നത് യാതൊരു പങ്കുമില്ല. നമുക്കറിയാം, ഏതൊരു കർഷകനും അത് അംഗീകരിക്കും.
അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ ലൗ നശാഉ ലജഅൽനാഹു ഹുതാമ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതൊക്കെ നശിപ്പിച്ച് കളയുമായിരുന്നു, ഉരുമ്പിച്ച് കളയുമായിരുന്നു എന്ന് അള്ളാഹു പറയാണ്. പാർത്ഥത്തിൽ തവക്കുലിന്റെ വലിയ പാഠങ്ങൾ സത്യത്തിൽ കൃഷി നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ജീവിതത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, നാം ചെയ്ത ആ കർമ്മങ്ങളിൽ വരവേൽപ്പിക്കുന്നതിന് പകരം ആ കർമ്മങ്ങളുടെ എല്ലാം റബ്ബായ അള്ളാഹുവിൽ വരവേൽപ്പിക്കുക എന്ന വലിയൊരു പാഠം സത്യത്തിൽ കൃഷി നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് ഈ ലോകത്ത് ഏറ്റവും നല്ല തൊഴിലാകുന്നത് എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് രണ്ടാമതായി പറഞ്ഞു. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞത് അത് സകല ജീവജാലങ്ങൾക്കും ഉപകാരം ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. മനുഷ്യർക്കാകട്ടെ മൃഗങ്ങൾക്കാകട്ടെ എല്ലാ ആളുകൾക്കും ഉപകരിക്കുന്ന, ജീവനുള്ള പച്ചക്കറികളുള്ള എല്ലാത്തിനും ഉപകരിക്കുന്ന ഒരു കർമ്മമാണ് എന്നുള്ളതുകൊണ്ടും അത് ഏറെ ശ്രേഷ്ഠകരമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പരലോക വിജയത്തിന് ഏറ്റവും ആവശ്യമായ ഒരു മനോഭാവം വളർത്തിയെടുക്കാൻ സത്യത്തിൽ കൃഷി നമ്മെ സഹായിക്കുന്നുള്ളതാണ്. ഇന്ന് നാം ചെയ്യുന്ന പ്രവൃത്തി അത് നാളെയുള്ള ഒരു വിളവെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട്, ഒരു വിളവെടുപ്പ് 6 മാസമോ 1 വർഷമോ കഴിഞ്ഞുള്ള ആ വിളവെടുപ്പ് ദിനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ന് പണിയെടുക്കാൻ നമ്മെ അത് ശരിക്കും ശീലിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ചെയ്യുന്നതിന് ഇന്ന് തന്നെ ഒരു ഫലം കാണണം എന്നുള്ള ഒരു ചിന്തയിലാണ് മനുഷ്യരെല്ലാ മേഖലകളിലും ഇന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ വിജയികളെ സംബന്ധിച്ച് പറഞ്ഞത് ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്നുള്ളതാണ്. അവർ മുഫ്ലിഹീങ്ങളാണ് എന്നുള്ളതാണ്. ആ പദം തന്നെ നമുക്ക് പരിശോധിച്ചാൽ കാണാം, ഫല്ലാഹ് എന്നത് സത്യത്തിൽ കർഷകൻ ഉപയോഗിക്കുന്ന പദമാണ്, ഫല്ലാഹ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് മുഫ്ലിഹൂൻ എന്നത് വിജയവുമായിട്ട് ബന്ധപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അയാൾ വിജയിയായിട്ട് മാറുന്നത് ഒരു വിളവെടുപ്പ് ദിനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരുപാട് നാൾ അയാൾ പ്രയത്നിക്കാണ്. അങ്ങനെ അവസാനം ഒരു ദിവസം വന്നെത്താണ്. ആ ദിവസം അയാളുടെ പരിശ്രമങ്ങളുടെയും പ്രയത്നത്തിന്റെ എല്ലാം ഫലം അയാൾ കണ്ണുമുന്നിൽ കാണാൻ. സത്യത്തിൽ പരലോകത്ത് വിജയിക്കുന്ന ആളുകളെയും അള്ളാഹു അങ്ങനെയാണ് സമീകരിക്കുന്നത്. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവർ ഈ ജീവിതത്തിൽ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നു, പരിശ്രമിക്കുന്നു. അവരുടെ ആ ശ്രമങ്ങളുടെ എല്ലാം ഫലം സത്യത്തിൽ അവർ കാണാൻ പോകുന്നത് ഒരു വിളവെടുപ്പ് ദിനമായ ആ പരലോകത്തിലാണ്. ആ അർത്ഥത്തിൽ നമ്മെ പരിശീലിപ്പിക്കുകയാണ് സത്യത്തിൽ കൃഷി ചെയ്യുന്നത്. ഇതൊക്കെ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഈ ലോകത്ത് വെച്ച് ഒരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു തൊഴിലാണ് കൃഷി എന്നുള്ളത്. ആ അർത്ഥത്തിൽ നമ്മെ ശുഭാപ്തി വിശ്വാസമുള്ളവരാക്കി മാറ്റാൻ അത് സഹായിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഈ രൂപത്തിൽ ന്യായപ്രമാണം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇതിന് വലിയ പ്രാധാന്യത കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ 26ഓളം ഇടങ്ങളിൽ ഷജർ എന്ന പദം നമുക്ക് കാണാൻ കഴിയും. വൃക്ഷത്തെ ഖുർആൻ ആവർത്തിക്കുന്നുണ്ട്, വൃക്ഷം എന്ന പദം. പലയിടങ്ങളിലും ഹർസ്, സറഅ 23ഓളം ഇടങ്ങളിൽ കൃഷിയിടത്തെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. പാർത്ഥത്തിൽ ഖുർആൻ വലിയ പ്രാധാന്യത കൊടുത്ത, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ പ്രാധാന്യതയും പ്രോത്സാഹനവും നൽകിയ ഒരു മേഖല എന്ന നിലക്ക് നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെയും അതിന് വലിയ പ്രാധാന്യത കൽപ്പിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, അൻസാറുകളായ ആളുകൾ, മുഹാജിറുകളായ സഹാബാക്കൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ നമുക്കറിയാം, മദീനയിലുള്ള അൻസാറുകൾ അവർ പാരമ്പര്യമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു. അപ്പൊ ഈ അൻസാറുകൾക്ക് അറിയാവുന്ന ഏറ്റവും നല്ല തൊഴിൽ കൃഷിയായിരുന്നു. അപ്പോ ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് വന്ന സഹാബാക്കൾക്ക് തങ്ങളുടെ കൃഷിയിടങ്ങളിൽ നിന്നൊരു പകുതി കൊടുക്കാൻ, അതല്ലെങ്കിൽ ചില ഈന്തപ്പനകൾ അവർക്ക് കൂടി പങ്കിട്ട് കൊടുക്കുന്നതിനെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അൻസാറുകളായ ആളുകൾ ചോദിച്ചു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് അവർ പറഞ്ഞു, തക്ഫൂനൽ മുഅ്ന വനുശ്രികുകും ഫിസ് സമറ, അങ്ങനെയെങ്കിൽ അവർ ജലസേചന പ്രവൃത്തികൾ മുഹാജിറുകൾ ചെയ്യട്ടെ, അതിലൂടെ ലഭിക്കുന്ന ഫലം ഞങ്ങൾ പങ്കിട്ടോളാമെന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചെന്ന് കാണാൻ കഴിയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹാബാക്കളൊക്കെയും ഇടപെട്ടിരുന്ന ഒരു മേഖലയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ചരിത്രത്തിൽ കാണാം, ഈ അഹ്ലു ബൈത്തി ഹിജ്റത്തിൻ, ഒരു ഹിജ്റ ചെയ്തു വന്ന ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല, ഇല്ല യസ്റഊൻ, അവർ കൃഷിയിൽ ഏർപ്പെട്ടിട്ടല്ലാതെ എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. വസാറ അലിയുൻ വസഅദ് ബിൻ മാലിക്, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ്, ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഖാസിം, ഉർവ, ആലു അബീബക്കർ, ആലു ഉമർ, ആലു അലി, ഇങ്ങനെ അവിടത്തേക്ക് വന്ന സഹാബാക്കളിൽ മഹാഭൂരിപക്ഷം ആളുകളും മദീനയിലെത്തിയപ്പോ അവിടെ നടന്നുകൊണ്ടിരുന്ന കൃഷിയിൽ ഇടപെടുന്നുണ്ട്. അതുമായി അവർക്ക് സാധ്യമാകുന്ന രൂപത്തിലുള്ള ഇടപാടുകൾ അവരെ നടത്തുന്നുണ്ട് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സഹാബാക്കളൊക്കെയും കൃഷിയിൽ അവർക്ക് സാധ്യമാകുന്ന രൂപത്തിൽ അതിനുള്ള പ്രാധാന്യത അവർ കൽപ്പിച്ചിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ പ്രസിദ്ധമായ ചില വാക്കുകൾ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ സൈനികർക്ക് നൽകുന്ന ഉപദേശം, സൈന്യം യുദ്ധത്തിനു വേണ്ടി പോകും,
അദ്ദേഹം പറയാണ്, നിങ്ങൾ വഞ്ചിക്കരുത്, നിങ്ങൾ വാക്ക് ലംഘിക്കരുത്, നിങ്ങൾ മൃതദേഹം വികൃതമാക്കരുത്, നിങ്ങൾ അതിര് കവിയരുത്, നിങ്ങൾ കുട്ടികളെയോ വൃദ്ധരെയോ ആർത്ഥത്തിൽ സ്ത്രീകളെയോ കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ ഈന്തപ്പനകൾ നശിപ്പിക്കരുത്. ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഉപദേശം നമ്മൾ ഓർക്കണം. യുദ്ധ സാഹചര്യത്തിൽ നിങ്ങൾ ഈന്തപ്പനകൾ നശിപ്പിക്കരുത്, വലാ തുഹർരിഖൂഹു, അതിനെ നിങ്ങൾ കത്തിച്ചു കളയരുത്, നിങ്ങൾ ഫലവൃക്ഷം അതൊന്നാണെങ്കിൽ പോലും നിങ്ങൾ വെട്ടിക്കളയരുത്, നിങ്ങൾ മൃഗങ്ങളെ നിങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി അല്ലാതെ അറുക്കരുത് എന്നൊക്കെയും അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹു കാലത്തേക്ക് വന്ന ഇതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം തരിശു ഭൂമിയുടെ പുനരുജ്ജീവനത്തിന് വേണ്ടി അദ്ദേഹം നടപ്പിലാക്കിയ പല നടപടികളും ചരിത്ര പ്രസിദ്ധമാണ്. 3 വർഷത്തോളം ഒരാളുടെ കയ്യിൽ ഒരു ഭൂമി ഉണ്ടാവുകയും അതിനെ ഒരാൾ ജീവിപ്പിക്കാതിരുന്നാൽ, അവിടെ ഒരാൾ കൃഷി നടത്താതിരുന്നാൽ അയാളുടെ ഉടമസ്ഥാവകാശം റദ്ദ് ചെയ്യപ്പെടുന്ന രൂപത്തിലുള്ള നിയമങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയിരുന്നു. ആളുകൾക്കൊക്കെയും കൃഷി എളുപ്പമാകാൻ അദ്ദേഹം കിണറുകളും അതുപോലെ തന്നെ കുടിവെള്ള സ്രോതസ്സുകളും തണ്ണീർ തടാകങ്ങളും പൊതു സ്വത്തായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഒരാൾക്കും അതിൽ അവകാശം പറയാൻ സാധിക്കുകയില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്തിരുന്നു. പറഞ്ഞ ഈ രൂപത്തിൽ കൃഷി ചെയ്യാനുള്ള എല്ലാ അർത്ഥത്തിലുള്ള സൗകര്യവും ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നടപ്പിലാക്കിയത് നമുക്ക് കാണാൻ കഴിയും. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തും ഇതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹിമ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമുക്ക് കാണാം. അത് മുസ്ലിം ഭരണ നേതൃത്വങ്ങളിലൊക്കെയും ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഹിമ എന്ന് പറഞ്ഞാൽ അതൊരു സംരക്ഷണ മേഖലയായിട്ട് ചില മേഖലയെ പ്രഖ്യാപിക്കലാണ്. ഇന്നത്തെ നാഷണൽ റിസർവുകളുടെയൊക്കെ ഒരു ആദ്യകാല രൂപമായിരുന്നു അത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലുണ്ടായിരുന്ന ഒരു പ്രദേശത്തെ, ആ പ്രദേശത്തിലെ ഒരർത്ഥത്തിലുള്ള വേട്ടയാടൽ പറ്റുകയില്ല, അവിടെ ആവശ്യത്തിലധികം വൃക്ഷങ്ങൾ അതിൽ നിന്ന് വെട്ടരുത് എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിയമം ഉണ്ടാക്കിയിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം ആയപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇതിനെ വിപുലീകരിക്കുകയും മദീനയുടെ ചുറ്റുമുള്ള പല മേഖലകളും ഈ അർത്ഥത്തിൽ സംരക്ഷിത വനമായിട്ട് അദ്ദേഹം അതിനെ പ്രഖ്യാപിക്കുകയും ചെയ്തതായിട്ട് കാണാൻ കഴിയും. ഈ രൂപത്തിലൊക്കെയും നമ്മുടെ പൂർവ്വസൂരികൾ അതിന് വലിയ പ്രാധാന്യത കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ന്യായപ്രമാണം അതിന് പ്രാധാന്യത കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതേ രൂപത്തിൽ വിശുദ്ധ ഖുർആനിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുടെയും വെളിച്ചത്തിൽ ഈ മേഖലയ്ക്ക് പ്രാധാന്യത കൊടുക്കാൻ, അതിനർഹിക്കുന്ന മഹത്വം കൽപ്പിക്കാൻ തീർച്ചയായും നാമും തയ്യാറാകേണ്ടതുണ്ട്. ഉസ്മാനിയ സാമ്രാജ്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിരവധി വഖഫ് സ്വത്തുകൾ കാണാൻ കഴിയും. അതിലേറ്റവും വലിയ വഖഫ് സ്വത്ത് പൂന്തോപ്പുകളായിരുന്നു, തോട്ടങ്ങളായിരുന്നു കാണാം, വൃക്ഷങ്ങളായിരുന്നു കാണാൻ കഴിയും. ബഗ്ദാദ് മുതൽക്ക് ഹിജാസ് വരെയുള്ള പാതയിൽ ആളുകൾക്ക് വിശ്രമിക്കാൻ, ആളുകൾക്ക് തണലേകുന്ന തണൽ വൃക്ഷങ്ങൾ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക ഭരണകർത്താക്കൾ നട്ടിരുന്നത് കാണാൻ കഴിയും. ആ വഴിയിലുടനീളം ആളുകൾക്ക് ആവശ്യമായ കുടികളുടെ സ്രോതസ്സുകൾ നിർമ്മിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. അവർക്ക് തങ്ങാൻ ആവശ്യമായ സത്രങ്ങൾ പണിതിരുന്നു എന്ന് കാണാൻ കഴിയും. ഈ രൂപത്തിൽ പ്രകൃതിയുമായി അങ്ങേയറ്റം ഇണങ്ങി ജീവിക്കുക എന്നതാണ് നമ്മുടെ പാരമ്പര്യം. ആ പാരമ്പര്യത്തെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും അതിനോട് കൂറുപുലർത്തുന്ന ഒരു തലമുറയായി നമുക്ക് മാറാൻ സാധിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിസ്ഥിതിയോട് ഏറ്റവും ഇണങ്ങി ജീവിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ പ്രോത്സാഹനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ മേഖലയിൽ പണിയെടുക്കുന്ന, പരിശ്രമിക്കുന്ന വിശ്വാസികളാക്കി അല്ലാഹു നമ്മെ മാറ്റുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഈ വിഷയത്തിൽ വന്നുപോയിട്ടുള്ള പോരായ്മകൾ അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.